വയനാട് ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കാൻ തയ്യാറായത് സന്തോഷകരമെന്ന് എം വി ഗോവിന്ദൻ. കേന്ദ്ര സർക്കാർ നിഷേധാത്മക നിലപാട് സ്വീകരിച്ചപ്പോൾ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചു. BJP എംപിമാർ ഒഴികെ എല്ലാവരും ഒന്നിച്ചു നിന്നു. ഇനി പുനരധിവാസം വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും എം വി ഗോവിന്ദൻ. അതിതീവ്ര ദുരന്തമായി കേരളം കണ്ട, രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കണം, പ്രഖ്യാപിക്കണമെന്ന കേരളത്തിലെ ജനങ്ങളുടെ ഒറ്റക്കെട്ടായ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചു എന്നറിയുന്നതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് തീർച്ചയായും സന്തോഷിക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് അതിവേഗതയിൽ അതിൻ്റെ പുനരധിവാസ പ്രവർത്തനം, വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ലോകത്തിന് മാതൃകയാവുന്ന രീതിയിലൊരു പുനരധിവാസ പ്രവർത്തനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ടൗൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്, 2 ടൗൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്.